ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ മേഖലയിലെ ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ അതൊരു വലിയ യുദ്ധത്തിലേക്കും നീളുന്ന സംഘർഷത്തിലേക്കും നീങ്ങുമോ എന്നുള്ളതാണ് ആശങ്ക. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അറബ് രാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. പരസ്പരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ, ഈജിപ്റ്റായാലും ഖത്തറായാലും ഒക്കെ പരസ്പരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നതിലെല്ലാം തന്നെ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. മേഖലയെ ഒരു യുദ്ധമേഖലയാക്കി മാറ്റരുത്, ഇറാനോട് ചെയ്തത് ശരിയല്ല, ഒരു വശത്ത് ചർച്ച നടക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആക്രമണം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെയാണോ ഈ രാജ്യങ്ങളുടെയൊക്കെ സമീപനം? ശ്രീ വിൻസെന്റ് ആയാലും ഡോക്ടർ ഫസൽ ഗഫൂർ ആയാലും പറഞ്ഞതിൽ നിന്നും അതിലൊരു സംശയമുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ വിൻസെൻറ്റും ഡോക്ടർ ഫസൽ ഗഫൂറും പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു ഇതിവൃത്തം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തെ നമുക്ക് വിശകലനം ചെയ്യാനാവില്ല എന്നത് നിശ്ചയമായി പറയാം. പക്ഷെ ഒരു കാര്യം കൂടെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്ക മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന ഒരു താല്പര്യം അത് ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ട്രംപിൻ്റെ കീഴിലെ അമേരിക്കയ്ക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്വഭാവം വന്നിരിക്കുന്നു. എല്ലാ വിഷയങ്ങളും കരാറിലൂടെ അങ്ങ് നടത്തിക്കളയാം. അത് ട്രംപ് മുൻകാലത്ത് വന്നപ്പോഴും അബ്രഹാമിക് കരാറിനും നിർണായകത്വം വഹിച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് കഴിഞ്ഞ ഊഴത്തിൽ. ഇപ്പോൾ ഇറാനുമായി ഏകപക്ഷീയമായി ഇസ്രയേലിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ചിലരൊക്കെ പറയുന്നു ഇസ്രയേലിൻ്റെ ഒരു മൗനസമ്മതമുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും ഇസ്രയേലിന് അതിനകത്ത് പരിഭവമുണ്ട് എന്ന കാര്യത്തിൽ നിസ്സംശയം അത് പറയുകയും ചെയ്യാം. ഇസ്രയേലിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇറാനുമായി ആണവ കരാറിലേക്ക് നീങ്ങാൻ അമേരിക്ക തയ്യാറാകുമ്പോൾ സ്വാഭാവികമായി അതിനൊരു തിരിച്ചടി അതിനുള്ളിൽ ഉണ്ടാവണം. ഇവിടെ ഇതിനകത്തൊരു രീതിശാസ്ത്രമുണ്ട്. സ്മൃതി, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോക്ക്, ഇങ്ങനെ ഒരു ഡീലിൻ്റെ കൾച്ചർ ആത്യന്തികമായി ഇസ്രയേലിനെ ദുർബലപ്പെടുത്തും. ഇസ്രയേൽ നന്നായി അറിയാം ഇറാൻ ആത്യന്തികമായി ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറില്ല എന്ന വ്യക്തമായി അറിയാം. ഇറാൻ പല ആവർത്തി സൂചിപ്പിക്കുകയും ചെയ്തു ഇറാൻ്റെ ദേശീയ താല്പര്യമാണ് ആണവ സമ്പുഷ്ടീകരണം. പക്ഷേ ഇറാൻ്റെ ദേശീയ താല്പര്യമല്ല ആണവായുധ നിർമ്മാണം. ഇതിനെ രണ്ടിനെയും ബൈഫർക്കേറ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഇത് ഇരട്ടത്താപ്പാണ് എന്ന് അമേരിക്കയ്ക്ക് പറയാം, ഇസ്രായേലിന് പറയാം. അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം വൾണറബിൾ ആകാൻ പോകുന്നത്, ദുർബലമാകാൻ പോകുന്നത് ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്. 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ചെറിയൊരു ഭൂവിഭാഗമുള്ള, കേരളത്തെക്കാൾ ചെറിയ വലിപ്പമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഇറാൻ ഒരു ആണവ ത്രഷോൾഡ് പവറിൽ നിന്നും ശരിയായ ആണവ ശക്തി എന്ന നിലയിലേക്ക് ഒരു രൂപമാറ്റം സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് പോലും, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ കടമെടുത്താൽ തലമുറകളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും എന്ന ഒരു സെക്യൂരിറ്റി പാരഡൈം. അങ്ങനെയെങ്കിൽ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അമേരിക്ക എന്തു പറഞ്ഞാലും ശരി ആത്യന്തികമായി കൂടെ നിൽക്കും. അതുകൊണ്ട് ഇപ്പോൾ ആഞ്ഞടിക്കുക. ആ രീതിയിലാണ് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. ഇതൊരു ലാർജർ സ്കെയിൽ യുദ്ധമായി പരിണമിച്ചാൽ അമേരിക്കയ്ക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല, ഇസ്രായേലിൻ്റെ സഹായത്തിന് എത്തേണ്ടി വരും എന്നറിയാം. പക്ഷേ ഇത് വ്യത്യസ്തമായി ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അതായത് ഇവിടെ ഈ അബ്രഹാമിക കരാറുകളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അബ്രഹാമിക കരാറുകളിൽ സൗദി അറേബ്യയുമായിട്ട് ഉൾപ്പെടെ ഇസ്രായേലും സൗദിയും ഉൾപ്പെടെ അബ്രഹാമിക കരാറുകളിലേക്ക് എത്തുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അതിനെ അട്ടിമറിക്കാനായി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായത് എന്നോർക്കണം. അത് ഒരു വശം. മറുവശം ഇപ്പോഴിതാ ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ 6ാം റൗണ്ട് നാളെ ചർച്ച വരുന്നു. 6ാം റൗണ്ട് കൊണ്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. എങ്കിലും എങ്ങനെയും ആ ചർച്ച അട്ടിമറിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി ചർച്ച ഉണ്ടാവില്ല. കാരണം ഇറാനും അമേരിക്കയും ഇസ്രായേലും അമേരിക്കയും ദേ ആർ ഓൺ ദ സെയിം പേജ് എന്ന് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം അമേരിക്കയുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ സമ്മതമുണ്ടോ ഇല്ലയോ എന്നത് ഡിബേറ്റബിൾ പോയിന്റാണ്. അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഒരു കാര്യം നീങ്ങില്ല എന്ന രീതിയിൽ തന്നെ ഇറാൻ പ്രതികരിച്ചപ്പോൾ അതിനർത്ഥം എന്താണ്? ഇറാൻ അമേരിക്കയും ഇസ്രായേലും ബ്രാക്കറ്റ് ചെയ്ത് തന്നെ കാണുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റിറ്റാലിയേഷനാണ്. ആദ്യ ഒരു സാമ്പിൾ റിറ്റാലിയേഷൻ 100 ഡ്രോണുകൾ, ഇപ്പോൾ ഷാഹീദ് ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കാണ്. ഒരു 100 ഡ്രോണുകൾ. ഇത് കാര്യമായ പോറൽ ഇസ്രായേലിൽ ഏൽപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല. കാരണം അയൺ ഡോം ഇതൊക്കെ സജ്ജീകരിച്ചതിന് ശേഷമേ ഇസ്രായേൽ ഒരു പ്രിയംറ്റീവ് ആക്ഷൻ നടത്തുന്നു എങ്കിൽ
തങ്ങളുടെ സ്വന്തം സുരക്ഷ പൂർണ്ണമായി നോക്കിയതിനു ശേഷം മാത്രമേ നടത്തൂ. പക്ഷേ ഇവിടുത്തെ ആക്രമണത്തിന്, ഇപ്രാവശ്യത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ട്രീം പ്രിസിഷൻ അറ്റാക്കാണ് നടന്നിരിക്കുന്നത്. 3 തലങ്ങളിൽ അറ്റാക്ക് നടന്നിരിക്കുന്നു. ഒന്ന്, സിവിലിയൻ കേന്ദ്രങ്ങളിൽ അധികം താമസിക്കുന്ന ഇസ്രായേലിൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ ഒരുപക്ഷെ വസതികൾ, പാർപ്പിട സമുച്ചയങ്ങൾ, വലിയ ഫ്ലാറ്റുകളുടെ ചിത്രങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെയൊക്കെ പ്രിസിഷൻ ബോംബിംഗ് നടത്തുകയാണ് ഒന്ന്. അപ്പോൾ അതിൽ തന്നെ വലിയൊരു 3-4 പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊന്ന് മുഹമ്മദ് ബഗേരിയാണ്. അതുപോലെ IRGCയുടെ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഇപ്പോഴത്തെ മേധാവി ഹുസൈൻ സലാമി വധിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് വധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സെലക്ട് ചെയ്ത് തന്നെ, മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ സെലക്ട് ചെയ്ത് ആക്രമണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക അരുത് 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 എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ആണവ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി, അത് ഇറാന്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റാണ്. നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിൽ ഉള്ള വലിയ രീതിയിലുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളാണ്. അതിൽ നിന്നും റേഡിയേഷൻ ഉള്ളതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ അതിനർത്ഥം ദാറ്റ് ഈസ് എ ഡീപ്ലി ഹിറ്റ്. അങ്ങനെയെങ്കിൽ ഇറാൻ ഒരുപക്ഷെ 5-6 വർഷത്തേക്ക് ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെ ഒരു ത്രഷോൾഡിൽ നിന്നും പിന്നോട്ട് പോകേണ്ട ഒരവസ്ഥ വരും. ഒരുപക്ഷെ അതായിരിക്കാം ഇസ്രായേൽ ഉദ്ദേശിച്ചതും അത് തന്നെ ആയിരിക്കണം. ഇമ്മീഡിയറ്റ്ലി ചർച്ചകൾ നിന്ന് പോയാലും ഇല്ലെങ്കിലും ശരി, ആണവ സമ്പുഷ്ടീകരണം നടക്കാത്ത രീതിയിൽ, വെപ്പൺ ഗ്രേഡിലേക്ക് നീങ്ങാത്ത രീതിയിൽ ഇറാനെ തൽക്കാലത്തേക്ക് നള്ളിഫൈ ചെയ്തു. പക്ഷേ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റീഗ്രൂപ്പിംഗ് ഇറാൻ ഒരുപക്ഷെ സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടാകാം. ചൈനയും റഷ്യയും ഇറാന്റെ സഹായത്തിന് എത്തുകയും ഇസ്രായേലിന് അമേരിക്ക സഹായം നൽകിയാൽ ചൈനയും റഷ്യയും ഇറാന്റെ സഹായത്തിനെത്തും എന്നത് ഒരുപക്ഷെ വ്യാമോഹമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ അത് ലോകമഹായുദ്ധം 3.0, വേൾഡ് വാർ 3.0 എന്ന നിലയിലേക്ക് അത് എസ്കലേറ്റ് ചെയ്യും. ആ ഒരു സാഹചര്യം ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ പോളിസി അങ്ങനെയല്ല. ആ ഒരു രീതിയിലുള്ള എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി സൃഷ്ടിക്കുക. അവിടുന്ന് സുന്നി ലോകത്തിൽ, നേരത്തെ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതുപോലെ, സുന്നി ലോകത്തിൻ്റെ ഒരു കൺസോളിഡേഷൻ, അവിടെ വേറിട്ട് നിൽക്കുന്ന ശക്തി ഇവിടെ ടർക്കി തന്നെയാണ്. തുർക്കിയുടെ എർദോഗാൻ 2 വള്ളത്തിലും കാലു ചവിട്ടുന്ന ആളാണ്. അദ്ദേഹം റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കും, ഒരുപക്ഷെ ചൈനയ്ക്ക് അനുകൂലമായി സംസാരിച്ചെന്നിരിക്കും, അമേരിക്കയുടെ സൈനിക സഖ്യമായ നെയ്റ്റോയിൽ അംഗത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ. അപ്പോൾ ആ രീതിയിൽ എർദോഗാൻ എന്ത് പറയുന്നു എന്ന് വിശ്വസിക്കാനാവില്ല. അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ സുന്നി അറബ് രാജ്യങ്ങൾ പൊതുവേ എടുത്തിരിക്കുന്ന നിലപാട് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കുന്നു. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ അപലപിക്കുന്നത് എന്ന് അറിയില്ല. കാരണം ഇറാൻ അവർക്ക് ഇസ്രായേൽ ശത്രുവാണ് എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ ഒട്ടും കുറവല്ല സുന്നി അറബ് ലോകത്തിന്, പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് ഇറാനോടുള്ള വിയോജിപ്പ്. അതുകൊണ്ട് ഇറാൻ ദുർബലമാകേണ്ടതും ബലഹീനമാകേണ്ടതും, ഇറാൻ ഒരു മുസ്ലിം ലോകത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പായി മാറാതിരിക്കേണ്ടതും സൗദി ഉൾപ്പെടെയുള്ള സുന്നി ലോകത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് ഇങ്ങനൊരു എസ്കലേഷൻ കൈവിട്ടു പോകാത്തിടത്തോളം കാലം അറബ് ലോകം ഊറിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായും ഇതിനകത്ത് സങ്കീർണമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് സ്മൃതി. ഈ സങ്കീർണമായ അന്തരീക്ഷം ഇറാനെ മാത്രമല്ല ബാധിക്കുന്നത്, ഗൾഫ് മേഖലയെ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇപ്പോൾ വ്യോമപാത അടച്ചിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നു. മാത്രമല്ല എണ്ണ വില കുതിച്ചുയരുകയാണ്. ഇത് എത്ര നാൾ ഈ ആശങ്ക തുടരും? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.